എല്ലാവർക്കും മധുരമി ഓണം പായസം സീരീസിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കുന്നത്? മുന്തിരി പായസമാണ്. മുന്തിരി കൊണ്ടുള്ള പായസമാണ് നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് അതിന്റെ ചേരുവകൾ കാണാം കേട്ടാ. ആദ്യം തന്നെ നമുക്ക് കുറച്ച് മൂന്നാം പാല് വേണം. മൂന്നാം പാല്, ഇത് രണ്ടാം പാല്, ഇത് ഒന്നാം പാല് ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ച് അധികം തന്നെ ശർക്കര പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്കായ എടുക്കാം. പിന്നെ അതില് ഇത് കുറച്ച് അരിപ്പൊടി ചേർക്കണം. അരിപ്പൊടി ലൂസുള്ള സാധനമല്ലേ, കട്ടിയിലാവില്ല. അപ്പോൾ 2 സ്പൂൺ 3 സ്പൂൺ ഒന്ന് കട്ടിക്ക് വേണ്ടിയിട്ട് ചേർക്കണം. ഇത് ഞാൻ എന്താ ചെയ്യാൻ പോണേ? ഇത് വേവിക്കണം. മുന്തിരി വേവിച്ചിട്ട് മിക്സിയിൽ അടിക്കണം. അപ്പൊ ആദ്യം നമുക്ക് മുന്തിരി വേവിച്ചിട്ട് കാണാം. 2 വിസിലടിച്ച് അത് കഴിഞ്ഞ് ചൂടാറിയിട്ട് അരച്ച് മിക്സിയിലിട്ട് അരച്ചിട്ട് അരിച്ചു. അതിൽ കുരുവൊന്നും അരിഞ്ഞിട്ടായിരുന്നില്ല കേട്ടോ. കുരുവൊന്നും വരാണ്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിപ്പൊടി ചേർക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 സ്പൂൺ കൂവപ്പൊടി ചേർക്കുന്നത്. ഇത് നമ്മൾ മേടിക്കുന്ന കൂവപ്പൊടിയെല്ലാം വീട്ടിലുണ്ടാക്കിയതാണ്. ഇത് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് 2 സ്പൂൺ എടുക്കാനാണ്. ഇത് ഈ രണ്ടാം പാലിന് കലക്കിയിട്ട് അതിന് ഒഴിക്കാനാണ്. കട്ട അല്ലെങ്കിൽ ഇത് കട്ട കിട്ടി നിൽക്കണം. ഇത് ഒഴിക്കണം. ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണ പെട്ടെന്ന് ഇറക്കണം, അല്ലെങ്കിൽ ഇത് കട്ടയാവും. അപ്പോൾ നമുക്ക് ശർക്കരപ്പാൽ ഇതിൻ്റെ കൂടെ ഒഴിക്കാം. അപ്പോൾ കുറച്ച് ഒഴിക്കണുള്ളൂ. ഇനി ആവശ്യമില്ല വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് ഒഴിക്കാം. ഇത് പുളിയുടെ കഴിക്കാനും വേറെ പഴങ്ങളും ചേർക്കണില്ല. ആപ്പിൾ അങ്ങനത്തെ ഒന്നും ചേർക്കണില്ല. അല്ലെങ്കിൽ നേന്ത്രപ്പഴം വേറെ ചെറുപഴം ചേർക്കാറുണ്ട്. ഒന്നും ചേർക്കണില്ല. പുളിയുണ്ടതില്ല. ഇത് കൂവ പൊടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. കൂവ കലക്കിയിട്ട് ഒഴിച്ചതൊക്കെ കുറുകി വന്നു. ഇനി ഇതിൽ രണ്ടാം പാല് ബാക്കിയുള്ള ഒഴിക്കും. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പായസമാണത്. ഇനി ഇതിൽ നാളികേരക്കൊത്തൊക്കെ വറുത്തിടാം. നമ്മൾ നാളികേരക്കൊത്തൊന്നുമില്ല, അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ ചവ്വരി എന്ന് പറഞ്ഞിട്ട് അതും ചെയ്യാം. ചവ്വരി വേവിച്ചിട്ടിടാം. നമ്മളത് ചെയ്യലില്ല. പൊടി ഇട്ടുണ്ട്. ഇനി ഇത് ഒന്നാം പാല് ഒഴിച്ച് കഴിഞ്ഞാൽ ഇറക്കാം. നമുക്ക് തീ ഓഫാക്കിയിട്ട് ഇറക്കാം. ഒന്നാം പാല് ഒഴിച്ചു. ഇത് ഓഫാക്കണം. ഓഫാക്കണ്ട, അണ്ടിപ്പരിപ്പ് മുന്തിരി വറുക്കണം. സാധാ മുന്തിരി കൊണ്ട് ഉണ്ടാക്കിയ പായസം തയ്യാറായിട്ട് ഇനി അത് ടേസ്റ്റ് ചെയ്തു. അപ്പോൾ ടേസ്റ്റ് ചെയ്തോട്ടെ. മധുരം ഇല്ലേ? മധുരമൊക്കെ ഉണ്ടാകാം. ഒരു പുളി ഇതില് ഒന്ന് കട്ടിയാൻ വേണ്ടി കൂവപ്പൊടി ചേർത്തുണ്ട്. കൂവപ്പൊടി ഇല്ലേ ഇതിൽ കുറച്ചും കൂടെ അണ്ടിപ്പരിപ്പ് എത്ര പിശുക്കത്താണ് കാണിക്കണം. എന്തായാലും അല്ലാണ്ട് പിന്നോട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഓരോ നിർത്തുകളും കളിക്കും. അപ്പോൾ പിന്നെ പായസം ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ഓണാകുമ്പോഴേക്കും അണ്ടിപ്പരിപ്പ് പോയി. എനിക്ക് വേണ്ടതാ ഈ മധുരം. വേണ്ടതാ മധുരം. ടേസ്റ്റ് മധുരം നോക്കണം. മധുരം കാണുമ്പോഴേ ശ്രമിക്കാൻ വരും. ഇതിലും നല്ലൊരു പായസത്തിന്റെ വീഡിയോയുമായി അടുത്ത ദിവസം നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തുന്നതായിരിക്കും. അതൊരു എല്ലാവർക്കും ബായ്.